ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലക് ചീരയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചുകൊണ്ട് ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. പാലക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലക് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇല പെട്ടെന്ന് പൊട്ടിപ്പോണ ടൈപ്പിലുള്ളതാണ്, അതായത് ഒടിഞ്ഞു പോണ പോലെയുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒട്ടുമിക്ക ഇലകളും അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഫ്രഷ് അല്ലാത്ത പോലെ തോന്നുമെങ്കിലും ഈ ചീരയുടെ ഈ പ്രത്യേകത കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് വഴണ്ടി വരണമെന്ന് മാത്രം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തീ ഈ സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂടി ചട്ടിയുടെ നടുവിലേക്കായിട്ട് കുമിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അത് കുറച്ച് നേരം എണ്ണയിൽ കിടക്കുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കല്ലുപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പൊതുവേ മസാലക്കറികളൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെയും കുറച്ച് മല്ലിപ്പൊടി അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിരിക്കുന്ന കാരണം വേവാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഈ ചീരയും കൂടി ഇട്ടിട്ടാണല്ലോ മസാലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും ഉരുളക്കിഴങ്ങ് കുറച്ച് വേവ് അധികമായി പോയി കഴിഞ്ഞാൽ അത് ആ ചീരയുടെ കൂടെ അങ്ങനെ മിക്സ് ആയി പോകും. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ ഉരുളക്കിഴങ്ങ് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്തിട്ട് അത് ഈ മസാലയുടെ കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. പൊതുവേ ചീരകളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഈ ചീരയും പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ളതാണ്. ഞാൻ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. എങ്ങനെയും ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അടച്ചു വെച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഏകദേശം 6 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ചീര നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി പാലക് ചീര ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ സ്വാദ് അധികം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ മറ്റു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.